ഇങ്ങനെയാണ് സ്റ്റേഡിയത്തിലേക്ക് കയറുക. ഫുട്ബോളില്ലേ, ഫുട്ബോൾ ഫിഫയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ ബോൾ പോലത്തെ ബോൾ ഇവിടെ സെയിലിനുണ്ട്. 160. നേരെ പുറകിൽ നിങ്ങൾക്ക് കാണാം സ്റ്റേഡിയം. വളരെ അതിമനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷൻ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഖത്തറിൽ തന്നെയാണ്. അപ്പോൾ ഖത്തറിൽ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിസ്കരിക്കാൻ വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്ത് പഴയ മിനിസ്റ്റർ വീടുണ്ട്. ആ കാണുന്നത് ഇതിൻ്റെ ഖത്തറിലെ ഇതിൻ്റെ മുമ്പത്തെ മിനിസ്റ്റർ വീടാണ്. നോക്കട്ടെ, ആളെ കാണാൻ പറ്റുകയാണെങ്കിൽ ഉഷാറായിരുന്നു. ഇവിടെ ഒരു കാഴ്ച ഉണ്ട്, അത് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ഇതാണത്. വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് വരുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഫുൾ വെള്ളം, വരുന്നവർക്കൊക്കെ വെള്ളം എടുക്കാം. ആർക്കും എത്ര വെള്ളം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഐസ് നിറച്ചിട്ട് നല്ല ചിൽഡാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പള്ളിയിൽ. എല്ലാ പള്ളിയിലും കാണാറുണ്ട്, എല്ലാ പള്ളിയിലും ഇങ്ങനെ കേസ് വെക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വണ്ടിയിൽ ഇവരുടെ വീട്ടിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. ഇവരൊക്കെ ഞാൻ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. തിരക്കായി പോയിട്ടാണ്. ഇവർക്ക് എക്സാം ആണ് നാളെ. ഇത് എക്സാം സോഷ്യൽ. പേര് ഹാബിൽ മുഹമ്മദ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞാൻ ഒരാഴ്ച താമസിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ കസിൻ്റെ മക്കളാണ്. ഈ പള്ളിയിലാണ് ഞാൻ ഇന്ന് കൂടിയത്. ഇതാണ് പള്ളി. ഇതാണ് മിനിസ്റ്റർ വീട് പുറകിൽ കാണുന്നത്. ഗേറ്റ് തുറന്നിട്ടില്ല. ഇനി കുറച്ച് നേരം ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കാം. ഇനി വേറെ ഏതെങ്കിലും പള്ളി പോയിട്ടാണോ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഖത്തറിലെ വിശേഷങ്ങളൊക്കെ കാണാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ. ഓക്കെ. ചൂടിനൊന്നും ഒരു കുറവുമില്ല. ചൂട് ഇപ്പോഴും ഉണ്ട്. ഉച്ചക്ക് നല്ല ചൂടാണ്. രാവിലെയും വൈകിട്ടും നല്ല ക്ലൈമറ്റാണ്. വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാബൽ റയ്യാൻ കോംപ്ലക്സ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മുറൈഖ് അല്ലേ. ഇവിടെ മൊത്തം ഷെയ്ഖുമാർ താമസിക്കുന്ന ഏരിയ ആണ്. നമ്മളെ ചുറ്റുമുള്ള വീടുകളൊക്കെ ഷെയ്ഖുമാരാണ്. അയൽവാസി ഷെയ്ഖാണ്, പിന്നെ മിനിസ്റ്റർ, അങ്ങനെ അറബികൾ താമസിക്കുന്ന ഏരിയയിലാണ് ഇത് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പള്ളിയിൽ മൊത്തം ഷെയ്ഖുമാരാണ്. എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. സൈലൻ്റ് ആണ്, അധികം ആളെയും കാണുന്നില്ല. വെറും വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ റോഡിൽ, ആളുകളൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമാണ് റോഡിലൂടെ നടക്കുന്നത്. Just now he is telling me, so all are welcome for this function and I am waiting Shiny Kebir. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ കൾച്ചറൽ സെൻറ്ററിലാണ്. ഇവിടെ ഒരു ഫെലിസിറ്റേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു ഫെലിസിറ്റേഷൻ കിട്ടി. ഇവിടുന്ന് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് ഇനി പോകാനുള്ള ഫേസ് 2, 3 രാജ്യങ്ങളിലേക്കുള്ള വിസ സ്പോൺസർ ചെയ്യുന്ന മാജിക് ട്രാവൽസ് വിസ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള യാത്രയുടെ വിസ കാര്യങ്ങളൊക്കെ അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സപ്പോർട്ട് ഈ ഒരു ഫെലിസിറ്റേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ഒരു യാത്രയിലെ വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണിത്. ഇന്ന് എനിക്ക് ഫെലിസിറ്റേഷൻ വിത്ത് ലഞ്ചായിരുന്നു. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കുന്ന തിരക്കിലാണ്. ബാബു സാറുണ്ട്, അങ്ങനെ ഒരുവിധം അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരുപാട് വലിയ വലിയ ആളുകളെ, ഡിഗ്നിറ്റേഴ്സിനെ കാണാൻ സാധിച്ചു. അതെന്നെ വലിയൊരു കിട്ടലാണ്. ഖത്തറിലെ ഡിക്കാത്ലോണിലാണുള്ളത്. കാരണം ഞാനിപ്പോൾ 2-2.5 മാസമായിട്ട് എൻ്റെ യാത്ര ആരംഭിച്ചിട്ട്. അപ്പോൾ എൻ്റെ ടീഷർട്ടും ട്രാക്ക് സൂട്ടൊക്കെ വാഷ് ചെയ്ത് പണിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡിക്കാത്ലോണിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഖത്തറിലെ ഫുട്ബോൾ ഫിഫയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ ബോൾ പോലത്തെ ബോൾ ഇവിടെ സെയിലിനുണ്ട്. 165 റിയാലാണ് ഇവിടെ പറയുന്നത്. ആദ്യം അത് 500 റിയാലൊക്കെ ഉണ്ടായിരുന്നു സെയിം അതേപോലത്തെ ബോളിന്. പക്ഷേ ഇപ്പോൾ അത് 165 റിയാലാണ് ഇവിടെ കാണിക്കുന്നത്. അഡിഡാസിൻ്റെ ബോളാണ്.
നമുക്ക് സൈക്കിളിൽ ഇത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അത് വാങ്ങിക്കണ്ട അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഖത്തറിലെ പുതിയ 8 സ്റ്റേഡിയങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേഡിയം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കീപ്പ് ഓൺ വാച്ചിങ്. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം കാണാൻ പോവാണ്. സ്റ്റേഡിയം എല്ലാം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. സൈക്കിളിൽ പോയാൽ എല്ലാ സ്റ്റേഡിയം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാറിൽ പോയാലേ നടക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കേണ്ട ഇനി കാറിലാണ് യാത്ര പോകുന്നത്. പക്ഷേ സ്റ്റേഡിയം കാണണമെങ്കിൽ കാർ തന്നെ പോകണം. കുറേ ദൂരമുണ്ട്. കത്തിച്ച് വിടുന്നുണ്ട്. 200 രൂപ വിടുന്നത് ആള്. ഇപ്പോൾ ഇതിപ്പോൾ എവിടെ പോകുന്നത്? അൽബൈത്ത് സ്റ്റേഡിയം. ഇതിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റേഡിയം വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആക്കാം. വേൾഡ് കപ്പിന്റെ ഇനാഗ്രേഷൻ മാച്ച് ഇനാഗ്രേഷൻ ഒക്കെ അവിടുന്നാണ്. വേൾഡ് കപ്പിന്റെ ഇനോഗ്രേഷൻ അവിടുന്നാണ്, ഫൈനൽ അവിടുന്നാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈപ്പർ മാർക്കറ്റ് ആക്കുമ്പോൾ ഫൈനൽ ലുസൈല. നേരത്തെ ആരും പറഞ്ഞത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ സ്റ്റേഡിയത്തിലാണ്. 65,000 കപ്പാസിറ്റി. ഏതായാലും കാണാൻ പോകുന്ന പൂരല്ലേ, ഇപ്പൊ പറയുന്നില്ല, അവിടെ എത്തിയിട്ട് പറയാം. ആ കാണുന്നതാണ് സ്റ്റേഡിയം. ഒരു കൂടാരം, സർക്കസ് കൂടാരം പോലത്തെ ഒരു സംഭവമാണ് അത്. ഈ ഒരു കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാവും, ഹൈപ്പർ മാർക്കറ്റ് ആവും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അതിൻ്റെ ഉള്ളിൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ കിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു. ഇത് അറബികളുടെ ട്രഡീഷണൽ ടെൻ്റ് ഉണ്ട്. വിൻ്റർ സമയത്ത് അവർ അടിക്കുന്ന ഖൈമ, അതിൻ്റെ ഒരു മാതൃകയാണത്. അതിൻ്റെ ഒരു വലിയൊരു മാതൃക. നമുക്ക് ഇവിടെ എൻട്രി ഇല്ല. ഇവിടെ കുറേ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇതാണ് അൽബൈത്ത് സ്റ്റേഡിയം. ഇതിൻ്റെ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഇന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. അത് കണ്ടോ, അടിപൊളി ഡിസൈനാണ്. എവിടെയും കാണാത്തൊരു ഡിസൈനുകൾ ഇവിടെ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടുത്തെ ഒരു അറബികളുടെ ഒരു ടെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു മാതൃകയിലാണ്, അതേ മാതൃകയിലാണ് ഇവിടെ ഒരു മക്ഡൊണാൾഡ് ഉള്ളത്. അത് ഇവിടുത്തെ 50ാമത്തെ ഔട്ട്ലെറ്റാണ്. അതും അതേ ഒരു മാതൃകയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. ബെഞ്ചാണ്, രസമായില്ലേ, അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. നടന്ന് കാണാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ്. കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൈറ്റിംഗ് ആണ് ഇപ്പോൾ. എൻ്റെ പുറകിൽ കാണുന്നതാണ് സ്റ്റേഡിയം. ഞാൻ അതിൻ്റെ ചുറ്റും സൈക്കിൾ ട്രാക്ക് ഉണ്ട്, നടക്കാനുള്ള ട്രാക്ക് ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് റൈഡ് ചെയ്യാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടില്ല. ഈ ഒരു യാത്രയിൽ നിന്ന് കിട്ടുന്ന ഓരോരോ അനുഭവങ്ങളാണ്. അല്ല, ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് കളിക്കാർ എൻ്റർ ചെയ്യുന്ന ഏരിയ. ഇതാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ടായിട്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. അതെങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു വ്യൂ ഇതാ. ഇതാണ് സ്റ്റേഡിയം. ആ കാണുന്നതാണ് ആ സ്റ്റേഡിയം. ഇവിടുന്ന് പോകണമെന്നൊന്നും ആഗ്രഹം തോന്നുന്നില്ല. ഇവിടെ കൂടിയാലോ എന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ കൂടാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഖത്തറിൽ കാണാനുണ്ട്. ചെറിയ രാജ്യമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ എന്തൊക്കെയോ കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് വിടില്ല കേട്ടോ. അവിടെ ഫുൾ സെക്യൂരിറ്റിയാണ്.
മിലിറ്ററി ഉണ്ട് ഫുൾ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വർക്കുള്ള ആളുകളെ മാത്രമേ അങ്ങോട്ട് വിടുന്നുള്ളൂ, അല്ലാത്തവർക്കൊന്നും ആ ഒരു ഇതിൻ്റെ ബാരിക്കേഡിൻ്റെ അപ്പുറത്തേക്ക് എൻട്രി ഇല്ല, രക്ഷയില്ല. ഹൈ സെക്യൂരിറ്റിയാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫോട്ടോ വീഡിയോ എടുക്കാമെന്നൊന്നും വിചാരിച്ച നടപടിയല്ല. നമുക്ക് തൽക്കാലം അതിൻ്റെ ചുറ്റുള്ള കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു സംഭവം. കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ എനിക്ക് പെട്ടെന്ന് ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. വളരെ രസമായിട്ടുണ്ട്. നോക്ക്, ഇതൊരു ഒറിജിനൽ മരമാണ്. അതിനെ പെയിൻ്റൊക്കെ അടിച്ച് ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിൽ നനച്ചപ്പം വെള്ളം കെട്ടി നിൽക്കുകയെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ ഇലകളൊന്നുമില്ല, വെറും വീടുകൾ, പക്ഷികൾക്ക് താമസിക്കാനുള്ള കൂടുകൾ മാത്രമേ കാണുന്നതില്ലേ. ഓരോ ചെടികൾക്കും ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പൈപ്പുകൾ ഇതാ പോകുന്ന ഗാർഡൻ്റെ നടുവിൽ ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ അടിപൊളിയാണ്. നേരെ പുറകിൽ നിങ്ങൾക്ക് കാണാം സ്റ്റേഡിയം. വളരെ അതിമനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷൻ. അപ്പോൾ ഞാനിതാ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും ഇങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് എടുത്ത് സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി ട്രിവാൻഡ്രത്ത് നിന്ന്. ഒന്ന് പരിചയപ്പെടാം. പേരെങ്ങനെ? എൻ്റെ പേര് ഷംനാദ്. എങ്ങനെ? ഷംനാദ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടിയിലായിട്ട് കുറേ ദിവസമായോ? ഒരു മാസത്തിനടുത്തായി ഇവിടെ തന്നെ. ഓക്കെ. ഇത് ഉദ്ഘാടനം നടക്കുന്ന സ്റ്റേഡിയം അല്ലേ? ഓക്കെ. ഞാനത് കയറാൻ വേണ്ടി വന്നായിരുന്നു, പക്ഷെ ഇവിടെ പെർമിഷൻ ഒന്നും ഇല്ല. അത്തേക്കൊന്ന് കാണാൻ. അപ്പം ചേട്ടന് കളിയൊക്കെ കാണാൻ പറ്റുന്നൊന്നുമില്ലേ? പറ്റൂല്ലേ? ഓക്കെ. അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാ കളിക്കാരെയും കാണാൻ പറ്റട്ടെ, ആ ഭാഗ്യം കിട്ടട്ടെ. അവർക്കൊക്കെ ഇവിടെ വരുന്ന കളിക്കാരെയൊക്കെ കാണാം. അവർക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. വേൾഡ് കപ്പിന്റെ വലിയൊരു മാതൃകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 15-20 അടി വലുപ്പമുള്ള വേൾഡ് കപ്പിന്റെ ഒരു മാതൃകയാണ്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാനിതൊന്ന് എടുക്കാം. രാത്രി 12-12:30 സമയം. ഞാൻ ഇപ്പോൾ ഉള്ളത് സൂഖ് അൽ വഖഫിലാണ്. അപ്പം ഇത് ഒരു സ്പെഷ്യലാണ്, വളരെ സ്പെഷ്യലാണ്. പക്ഷെ അതൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇനി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഞാൻ വന്ന സ്ഥിതിക്ക് കുറച്ച് ലേറ്റായി പോയി എന്നറിയാം. പക്ഷേ മൊത്തം അറബികളുടെ ആൻറ്റിക്. നമ്മൾ ഒമാനിൽ പോയപ്പം ഇതുപോലൊരു സൂക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണിത്. മൊത്തം ആൻറ്റിക് ഐറ്റംസുകളാണ്. ഇതൊക്കെ പുറത്താണ് വെച്ചത്, ഒന്നും ക്ലോസ് ചെയ്ത് പോയിട്ടില്ല. ഇതാണ് സൂക്ക്. ഇവിടെ ലൈവാണ്, ഉള്ളിലേക്ക് ക്ലോസ് ആണ്. 24 hours ആണെന്ന് തോന്നുന്നു ഈ ഷോപ്പൊക്കെ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല തിരക്കാണല്ലോ ഈ സമയത്തും, നല്ല തിരക്കാണ്. അലി അൽ നാമ കോഫി നല്ല ഫേമസ് ആണെന്ന് തോന്നുന്നു.
നമ്മുടെ കൂടെ ഫുൾ ടീമുണ്ട്. ധനാത്തൽ ബഹറിൻ്റെ മുതലാളിമാരാണ് ഇത് കേട്ടോ. മുതലാളി വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, മൂപ്പരോട് പോയി. ആ ഗോൾഡൻ തമ്പ്, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. വാവ്, ഗോൾഡൻ തമ്പ് സൂപ്പറാണല്ലോ. ഹായ്, നൈസ് ഡ്രസ്. ക്യാൻ ഐ ടേക്ക് എ പിക്ചർ വിത്ത് യു? എന്താണ് ഒട്ടകം? യെസ്, ഒട്ടകം.